കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ആശുപത്രിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി DFCയുടെ റിപ്പോർട്ട്. വീഴ്ച വരുത്തിയ 11 ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ DMO ജമുന വർഗീസ് ഉത്തരവിറക്കി. 2 ഹെഡ് നഴ്സസിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടും. ജൂലൈ 19 പനി ബാധിതനായി കായംകുളം താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ കുട്ടിക്കും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ. ചികിത്സയ്ക്കായി ആശുപത്രി കിടക്കയിലേക്ക് ഇരുന്ന കുട്ടിയുടെ തുടയിൽ ബെഡ്ഷീറ്റിനടിയിൽ കിടന്ന സൂചി തുളച്ചു കയറുകയായിരുന്നു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ ജോലിയിലുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ക്ലീനിംഗ് സ്റ്റാഫുകൾ എന്നിവർ ഉൾപ്പെടെ 10-ലധികം പേർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇവരെ സ്ഥലം മാറ്റണമെന്നും DMO ഉത്തരവിട്ടു. അത്യാഹിത വിഭാഗം ഹെഡ് നഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗം ഹെഡ് നഴ്സ് എന്നിവരുടെ നടപടിക്കായി റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 6 മാസത്തിനുള്ളിൽ 2 ടെസ്റ്റുകൾ കൂടി നെഗറ്റീവായാൽ 7 വയസ്സുകാരൻ സുരക്ഷിതനാകും. 24 ആലപ്പുഴ.